അങ്ങനെ വെറുതെ ഞാൻ മമ്മക്കൊക്കെ ഒരു മെസ്സേജ് വിട്ടു. ഞാനൊരു ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യണ്ട, മമ്മക്കെ ഒന്ന് കാണിക്കണം. നീ വാടാന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. സ്റ്റുഡിയോയിൽ ഞാൻ ചെന്നപ്പോൾ മമ്മക്ക ഒരു ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിർത്തി വെച്ചിട്ട് മമ്മക്ക ഇപ്പുറത്തെ സ്റ്റുഡിയോയിൽ വന്ന് ബിഗ് സ്ക്രീനിൽ ഞാനും മമ്മക്കെ മാത്രമേ ഷോർട്ട് ഫിലിം കണ്ടു. 9 മിനിറ്റിൻ്റെ ആ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഒരു അരമണിക്കൂറാണ് മമ്മക്കനോട് സംസാരിച്ചത്. അത്ര പോസിറ്റീവായിട്ട്. അപ്പം മൂപ്പര് പറഞ്ഞു, ഞാനിതിനെ നിനക്ക് 100-ൽ 98 മാർക്കേ തരുള്ളൂ, മുഴുവൻ തന്നെ നിനക്ക് അഹങ്കാരമായി പോകുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് അന്ന് മമ്മക്കനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനത് പാലിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് മമ്മക്ക, നന്നായിട്ടുണ്ട്. എന്നാലും നീ ആ പെണ്ണിനെ കൊല്ലണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവനെ കൊല്ലണം മമ്മക്ക. കൊന്നാലേ ആളുകളുടെ ഉള്ളിൽ അത് കനലായിട്ട് നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ ആളുകൾ അത് മറക്കും. ഇതൊരു നോവായിട്ട് ഇങ്ങനെ നിൽക്കും. കറക്റ്റ്. അപ്പോൾ നീ എന്താ വേണമെന്നറിയോ? പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, അവിടെ കൊണ്ടുപോയിട്ട് പ്രദർശിപ്പിക്കണ സിനിമ. എല്ലാ കോളേജിലും ഉണ്ടാവും ഈ ഫിലിം ക്ലബ്ബൊക്കെ. അവിടെ കുട്ടികൾ കൂട്ടമായിട്ടിരുന്നിട്ട് സിനിമ കാണട്ടെ, കണ്ടിട്ട് അവരോട് ഫീഡ്ബാക്ക് പറയാം. അവർ ഫീഡ്ബാക്ക് പറയട്ടെ. എന്നിട്ട് വിനോദം അവർക്കൊരു കൗൺസിലിംഗ് ക്ലാസ് കൊടുക്കുക. 100 പെൺകുട്ടികളിൽ നിന്ന് 20 പെൺകുട്ടികൾ ചിലപ്പോൾ രക്ഷപ്പെടും, ബാക്കി 80 പേരെ ചിലപ്പം ആ വഴിക്കൊക്കെ പോയത്. എന്നാൽ 20 പേര് രക്ഷപ്പെടുമല്ലോ, അത് വലിയ കാര്യമാണ്. എന്ന് മമ്മക്ക പറഞ്ഞ പ്രകാരം 38 സ്കൂളുകളിൽ 38 കോളേജുകളിൽ ഞാൻ ഈ സിനിമ പ്രദർശിപ്പിച്ചു.